ലാംഗ്വേജ് ഓഫ് ഫിസിക്സ് ഇസ് മാത്തമാറ്റിക്സ് എന്നാണ് പഴമക്കാർ മൊത്തം പറയാം. സത്യമാടാ, ഫിസിക്സിന്റെ ഭാഷ കണക്ക് തന്നെയാണ്. എന്തായാലും ഒരു ഫിസിക്സിന്റെ എക്സാം ആണെങ്കിൽ അതൊരു 4 മാർക്കോ 8 മാർക്കോ 12 മാർക്കോ കുറേ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവും. പല ആൾക്കാരും ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ട് കാണുമ്പോൾ തന്നെ സാറേ ഓപ്ഷൻ ഇല്ലേ, ഞാൻ മറ്റേ ക്വസ്റ്റ്യൻ ചെയ്തോളാം, ഇപ്പുറത്തെ ക്വസ്റ്റ്യൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നെട്ടോട്ട് ഓടുന്ന ടീം ഉണ്ടാവും. പക്ഷേ എജുപോർട്ടിൻ്റെ മക്കൾ ആ ടൈപ്പ് ആകാൻ പാടില്ല. ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യേണ്ടത് ഞാൻ പഠിപ്പിച്ചു തരാം. അതിന് ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഞാൻ ആദ്യം കുറച്ച് ഇക്വേഷൻസ് ഒക്കെ പറഞ്ഞുതരും. എല്ലാ പാഠത്തിലും ഇക്വേഷൻ പറഞ്ഞുതരാം. ആ ഇക്വേഷനുകൾ നന്നായിട്ട് പഠിക്കുക. ഇക്വേഷൻ പഠിച്ചാൽ അതിൽ പണിയായുധങ്ങൾ സെറ്റാ. പിന്നെ അത് എങ്ങനെ അപ്ലൈ ചെയ്യലും കൂടി പഠിച്ചാൽ മതി. ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരും. ഇങ്ങോട്ട് നിങ്ങൾക്ക് അതിന് എക്സാമ്പിൾ ഞാൻ ഇവിടെ പറഞ്ഞുതരും, ഇന്ന് ലൈവിലും പറഞ്ഞുതരും. അങ്ങനെ നമ്മൾ മോഡൽ എക്സാം ഫുള്ള് സെറ്റായിട്ട് പോകും. നാളെ എക്സാം എഴുതി കഴിഞ്ഞ് വരുന്ന ഓരോരുത്തരും പറയും ഫിസിക്സ് എക്സാം ഈസി ആയിരുന്നു. ഓക്കെ അല്ലേ? സോ ഗൈസ്, നമ്മൾ തുടങ്ങാൻ പോവാണേ. ആദ്യം നമുക്ക് റിവേഴ്സ് ഓർഡറിൽ തുടങ്ങാം. ഏതാണ് ലാസ്റ്റ് പാഠം? 7ാമത്തെ പാഠം. പാഠത്തിന്റെ പേരെന്താ? എനർജി മാനേജ്മെന്റ്. സിമ്പിൾ പാടാ. ചില ആൾക്കാർ പറയും അയ്യോ ഈ പാഠത്തിൽ ഇക്വേഷൻ ഇല്ല, ഈ പാഠത്തിൽ ഇക്വേഷൻ ഇല്ല എന്ന്. ഈ പാഠത്തിൽ ഇക്വേഷൻ ഉണ്ട്. എടാ, ഈ പാഠത്തിൽ 2 ഇക്വേഷൻ ഉണ്ട്. ഒന്നാമത്തെ ഇക്വേഷൻ ആണ് നമ്മൾ ആറ്റം ബോംബ്, ഹൈഡ്രജൻ ബോംബ്, അതിലൊക്കെ എത്ര എനർജിയാണ് ഉണ്ടെന്ന് കാണുന്ന ഇക്വേഷൻ. E = mc². എം എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട മാസ്, സിന്റെ വാല്യൂ പണ്ട് 5ാമത്തെ പാഠത്ത് പഠിച്ചതാണ്. 3 × 10⁸ m/s. ഏതെങ്കിലും ചോദ്യം, ഏതെങ്കിലും ഒരു ഇക്വേഷൻ എൻ്റെ മക്കൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കാണാൻ പാഠം പഠിക്കുക, ലൈവിലേക്ക് വരിക, നമ്മൾ അവിടെ സെറ്റ് ആക്കും. ഓക്കെ അല്ലേ? സാർ ഈ പാഠത്തിൽ വേറെ ഇക്വേഷൻ ഉണ്ടോന്ന്? ഉണ്ടടാ, ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്. ചിലപ്പോൾ എക്സാമിന് ഇതുവരെ 2 കിലോ വിറക് കത്തിച്ചപ്പം 2000 ചൂട് കിട്ടി. 2 കിലോ വിറക് കത്തിച്ചപ്പം 2000 ചൂട് കിട്ടി. വിറകിന്റെ കലോറിഫിക് വാല്യൂ എത്രയേ, കലോറിക മൂല്യം എത്രയെന്ന്. കലോറിഫിക് വാല്യൂ കാണാനുള്ള ഇക്വേഷൻ ആണ് ടോട്ടൽ ഹീറ്റ് ബൈ ടോട്ടൽ കിലോഗ്രാം. എടാ, 2 കിലോ കത്തിച്ചപ്പോൾ 2000 കിട്ടിയില്ലേ? അപ്പൊ ടോട്ടൽ ഹീറ്റ് എത്ര? 2000. എത്ര കിലോടാ? 2. 2000/2 എത്രടാ? 1000. 1000 ആണ് ഇതിന്റെ കലോറിഫിക് വാല്യൂ. സെറ്റല്ലേ? മനസ്സിലായി കഴിഞ്ഞു. ലൈക്ക് അടിക്കാൻ പിന്നെ മറക്കരുത്. സാറേ, ഇതാണ് 7ാമത്തെ പാഠത്തിലെ പഠിക്കാനുള്ള ആകെ ഇക്വേഷൻ. സെറ്റ്. സാറ് 7ാമത്തെ പാഠം നമ്മൾ തൂഫാനാക്കി. സാർ നമ്മൾ ഇനി 6ാമത്തെ പാഠം പഠിക്കും. ഏതാണ് 6ാമത്തെ പാഠം? വിഷൻ ആൻഡ് വേൾഡ് ഓഫ് കളേഴ്സ്. കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും. പൊന്നു മക്കളെ, ഈ പാഠത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇക്വേഷനും പഠിക്കാനില്ല. ഒരു ഇക്വേഷൻ ഉണ്ട്, അത് 5ാമത്തെ പാഠവുമായി ബന്ധപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ 5ാമത്തെ പാഠത്തെ പറയും. നമുക്ക് നേരെ 5ാമത്തെ പാഠം നോക്കാം. ഏതാ 5ാമത്തെ പാഠം? ഓ മൈ ഗോഡ്, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. പ്രകാശത്തിന്റെ അപവർത്തനം. പൊന്നു മക്കളെ, ഉണ്ട്, പേടിക്കരുത്, ഉണ്ട്. ഈ പാഠത്തിലാണ് ലെൻസ് വരുന്നത്. പക്ഷെ നിങ്ങൾ പേടിക്കരുത്, ലെൻസും കണ്ണാടി ഞങ്ങൾക്ക് വേറെ തന്നെ പഠിപ്പിച്ചു തരും. ഇപ്പൊ നമുക്ക് ആ പാഠത്തിൽ ലെൻസ് അല്ലാത്ത ഇക്വേഷൻ നോക്കല്ലേ. ലെൻസ് അല്ലാതെ ഏതായി മാഷെ ആ പാഠത്തിലുള്ള ഇക്വേഷൻ? ഉണ്ട്. ആദ്യം തന്നെ വരും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അപവർത്തനാങ്കം. അപവർത്തനാങ്കം കാണുന്ന ഇക്വേഷൻ ഞാൻ നിങ്ങൾക്ക് അപവർത്തനാങ്കം കാണുന്ന 1ാമത്തെ ഇക്വേഷൻ പറഞ്ഞുതരാം. സാറേ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണുന്ന ഇക്വേഷൻ ആണ് n = c/v. n = c/v. അതിൽ എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അപവർത്തനാങ്കാണ്. സീന്റെ വാല്യൂ അയ്യോ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചതാ, 3 × 10⁸ 3 × 10⁸. സാറേ, v എന്ന് പറഞ്ഞാൽ എന്താ? ക്വസ്റ്റ്യൻ പേപ്പറിൽ ആരുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണോ ചോദിക്കുന്നത്, ആരുടെ അപവർത്തനാങ്കമാണോ ചോദിക്കുന്നത്, അയാളെ മേത്തുകൂടെയുള്ള ലൈറ്റ്നെസ് സ്പീഡ്. ഫോർ എക്സാമ്പിൾ, ഡയമണ്ടിന്റെ അപവർത്തനാങ്കം എത്ര? അപ്പൊ v എന്ന് പറഞ്ഞാൽ എന്താ? ഡയമണ്ടിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡ്. കഴിഞ്ഞടാ. സാർ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തരും, അപവർത്തനാങ്കം തരും. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും അതിന്റെ വേഗത എങ്ങനെ കണ്ടെത്തുകയെന്ന്. അപ്പൊ v കാണാനുള്ള ഇക്വേഷൻ എന്താ? v = c/n. v = c/n. സെറ്റ് അല്ലേ? ഇതിന്റെ അഭിപ്രായം ഒന്നും ആർക്കില്ലല്ലോ. സാർ, ഇനി ഇവിടുന്ന് എന്താ ചോദിക്കുക? സാർ, ഇവിടുന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് മറ്റൊരു നിയമം കൊണ്ടുണ്ട്, സ്നെൽ നിയമം. എന്താ സ്നെൽ നിയമം? n = sin I/sin r. sin I/sin r. പേടിക്കരുതേ. I എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, പതന കോണാണ്. r എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, അപവർത്തന കോണാണ്. സാറേ, പിന്നെ ഇവിടെ എന്താ ചോദിക്കുക? എടാ, ഈ പാഠത്തിന് 2ാമതൊരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ട്, ഓർമ്മ ഉണ്ടോ? അതായത് ഇനി റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ആപേക്ഷിക അപവർത്തനാങ്കം. അതെങ്ങനെയാണ് സാറേ കാണുക? സിമ്പിൾ. n12 = v2 / v1. n12 = 2ാമത്തെ ആളേക്കുള്ള വേഗത ബൈ 1ാമത്തെ ആളേക്കുള്ള വേഗത. അയ്യോ സാറേ, ചെയ്യാൻ അറിയില്ല. പിന്നെ എന്തിനാ മുത്ത ഇന്ന് രാത്രിക്കത്തെ ലൈവിൽ വാടാ, തങ്കക്കുടങ്ങളെ അവിടെ നമുക്ക് സെറ്റാക്കാം. സാറേ, പിന്നെ ഇവിടെ നിന്ന് എന്താ ചോദിക്കുക? ഈ പാഠത്തിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റൻ ആണ് ലെൻസിന്റെ പവർ. സാറേ, ലെൻസിന്റെ പവർ കാണാൻ 2 ഇക്വേഷൻ ഉണ്ട്. ഒന്ന്, p = 1/f. അതെപ്പോഴാടാ? ഫോക്കൽ ലെങ്ത്, ഫോക്കസ് ദൂരം മീറ്ററിലാണ് തരുന്നതെന്നുണ്ടെങ്കിൽ p = 1/f. സാറേ, ഫോക്കസ് ദൂരം സെന്റിമീറ്ററിലാണ് തരുന്നതെന്നുണ്ടെങ്കിലോ p = 100/f. 100/f. ഇത് മീറ്റർ ആണ്, ഇത് സെന്റിമീറ്റർ ആണ്. ഓക്കെ അല്ലേ? സെറ്റ്. സാറേ, പിന്നെ ഇവിടെ നിന്ന് എന്താ ചോദിക്കുക? ചിലപ്പോൾ നോക്കടാ, p = 1/f. പവർ കാണാൻ ഇക്വേഷൻ. ചിലപ്പോൾ ഇങ്ങോട്ട് പറയേ, പവർ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും.
ഇങ്ങോട്ട് ഫോക്കസ് ദൂരം കാണാൻ പറയും. അപ്പോൾ എന്താണ് ഇക്വേഷൻ? F is equal to 1/p. F is equal to 1/p. ഇനി നമ്മൾ ഈ പാഠത്തിൽ എന്താണ് പഠിക്കാൻ പോകുന്നത്? 4ാമത്തെ പാടും 5ാമത്തെ പാടും ക്ലബ് ചെയ്ത് പഠിക്കാൻ പോവുക. പൊന്നു മക്കളെ, നിങ്ങൾ എത്ര മിനിറ്റ് നേരം എടുത്തോളി, നോ പ്രോബ്ലം. ഈ വീഡിയോ വേണമെങ്കിൽ പിന്നെയും ബാക്ക് അടിച്ച് കണ്ടോളി. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മിററിൻ്റെ ലെൻസിൻ്റെ എല്ലാ ഇക്വേഷനും സെറ്റ് ആവണം. ഇതൊരു മുതലാവണടാ. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു എസെൻസ് ആവണം. നിങ്ങൾക്ക് ഇഷ്ടമായാൽ സെറ്റ് ആയാൽ വീഡിയോ ലൈക്ക് അടിക്കുക, ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഇത് നിങ്ങൾ പഠിച്ച് നിങ്ങൾ രാത്രിയത്തെ ലൈവിൽ വന്നാൽ മതി. ബാക്കി ഞാൻ ഏറ്റടാ, നാളത്തെ എക്സാം ഞാനാക്കി തരടാ, സെറ്റാക്കി തരടാ. അങ്ങോട്ട് വാ സുഹൃത്തുക്കളെ. മിററും ലെൻസും കണ്ണാടിയും ലെൻസുമായി ബന്ധപ്പെട്ടൊരു കുട്ടി ഇന്ന് രാത്രി ലൈവിൽ വരുമ്പം എന്തൊക്കെയാണ് ആ കുട്ടിൻ്റെ കയ്യിൽ വേണമെന്ന്. ഒന്നാമത്തെ കാര്യം, സാറേ എന്താണ് മിറർ ഇക്വേഷൻ, എന്താണ് ലെൻസ് ഇക്വേഷൻ? ദർപ്പണ സമവാക്യം എന്ത്, ലെൻസ് സമവാക്യം എന്ത്? എടാ ദർപ്പണ സമവാക്യം എന്ന് പറഞ്ഞാൽ എന്താ? 1/f is equal to 1/u plus 1/v. 1/f is equal to 1/u plus 1/v. ദയവ് ചെയ്ത് ഇനി നാണുമാനൊക്കെ എടുത്ത് ഒഴിവാക്കുക. വായ തുറന്ന് അങ്ങോട്ട് പറയാ, പഠിക്കുക, നല്ല ഉഷാറായിട്ട് പഠിക്കുക. 1/f is equal to 1/u plus 1/v. സാറേ അങ്ങനെയാണെങ്കിൽ ലെൻസ് ഇക്വേഷൻ എന്താ? ലെൻസ് സമവാക്യം ഒന്നാമത്തെ ആൾ മാറൂല. 1/f is equal to നേരെ ഓപ്പോസിറ്റ് 1/v minus 1/u. 1/f is equal to 1/u plus 1/v. 1/f is equal to 1/v minus 1/u. ഞാൻ അങ്ങോട്ട് എക്സാമിന് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും എക്സാമിന് ഇതല്ല വരിക. പലപ്പോഴും ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ ചോദിക്കും എന്താ ലെൻസ് സമവാക്യം, എന്താ ദർപ്പണ സമവാക്യം. ബാക്കി 99.9% പൊന്നു മക്കളെ ഓർത്തോ, ഒന്നെങ്കിൽ യുവും വിയും തരും, എഫ് കാണാൻ പറയും, ഫോക്കസ് ദൂരം കാണാൻ പറയും. ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരം ട്രെൻഡാ. ഏതെങ്കിലും രണ്ടൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എ ഉണ്ടാവും. ഫോക്കസ് ദൂരം കണ്ടെത്തുക, ഫോക്കസ് ദൂരം കണ്ടെത്തുക, വസ്തുവിലേക്കുള്ള ദൂരം കണ്ടെത്തുക, പ്രതിബിംബത്തിലേക്കുള്ള ദൂരം കണ്ടെത്തുക. മോയെ ഇങ്ങോട്ട് നോക്കിക്കോ, ഞാൻ പഠിപ്പിച്ചാരാ. സിമ്പിളാണ്. ഒരു കോഡ് ഉണ്ട്, എൻ്റെ മക്കൾക്ക് ഓൾറെഡി അറിയാം. ലൈവ് സ്ഥിരമായിട്ട് എജുപോർട്ടൽ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അറിയാം. ഇതിന്റെ കോഡ് എന്താടാ? UDF എന്നുള്ള പാർട്ടിനെ ആലോചിക്കുക, എന്നിട്ട് UVF എന്ന് പഠിക്കുക. UVF. അപ്പൊ ഇതിന്റെ കോഡ് എന്താടാ? സാറേ ഒന്നാമത്തെ ആള് മാറൂല, അപ്പൊ രണ്ടാമത്തെ കോഡ് എന്താ? UFV. സിമ്പിളാ. കണ്ണാടിന്റെ കോഡ് UVF ആണ്, ലെൻസിന്റെ കോഡ് UFV ആണ്. UVF UFV UVF UFV. കഴിഞ്ഞ്. ഇനി എന്താ ചെയ്യേണ്ടി? ഓരോ ആൾക്കാർ കാണാനും എളുപ്പമാടാ. അയാൾ അങ്ങോട്ട് പൊത്തി പിടിക്കുക. ബാക്കി രണ്ടാൾക്കാരെ ഗുണിക്കുക ബൈ രണ്ടാൾക്കാരെ കുറയ്ക്കുക, രണ്ടാൾക്കാരെ ഗുണിക്കുക ബൈ രണ്ടാൾക്കാരെ കുറയ്ക്കുക, രണ്ടാൾക്കാരെ ഗുണിക്കുക ബൈ രണ്ടാൾക്കാരെ കുറയ്ക്കുക. എന്നാൽ അവസാനത്തെ ആളാവുമ്പോൾ മാത്രം പ്ലസ് ഇടുക. തുടങ്ങിയല്ലേ? പേടിക്കരുത്, ഞാൻ പറഞ്ഞുതരാം. കയ്യാൽ എന്താ ചെയ്യേണ്ടി? മനസ്സിലാവാത്ത ആൾക്കാർ എന്താ ചെയ്യേണ്ടി? ബാക്ക് അടിക്കുക, പ്ലേ ബാക്ക് സ്പീഡ് കുറയ്ക്കുക, പിന്നെയും കാണാം. തുടങ്ങല്ലേ? നോക്കിക്കോ, യു കാണാനുള്ള ഇക്വേഷൻ. യു ഈസ് ഈക്വൽ ടു രണ്ടാൾക്കാരെ ഗുണിക്കുന്നു ബൈ രണ്ടാൾക്കാരെ കുറയ്ക്കുന്നു. യു ഈസ് ഈക്വൽ ടു വി എഫ് ബൈ വി മൈനസ് എഫ്. കണ്ടോ? യു ഈസ് ഈക്വൽ ടു വി എഫ് ബൈ വി മൈനസ് എഫ്. സാറേ നമുക്ക് പറയും ഇവിടെ എങ്ങനെ യു കാണുക? സാറേ യു പൊത്തി പിടിക്കുക, രണ്ടാൾക്കാരെ ഗുണിക്കുക ബൈ രണ്ടാൾക്കാരെ കുറയ്ക്കുക. യു ഈസ് ഈക്വൽ ടു എഫ് വി ബൈ എഫ് മൈനസ് വി. വല്ല പ്രശ്നമുണ്ടടാ? പറഞ്ഞോ, പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് നഷ്ടമാവില്ലടാ. വീഡിയോ നിങ്ങൾക്ക് ഞങ്ങളുണ്ട്, എജുപോർട്ട് ഉണ്ട് നിങ്ങളെ കൂടെ. സാറേ രണ്ടാമത് വി കാണാനുള്ള ഇക്വേഷൻ പറയും. വി പൊത്തി പിടിക്കുക, രണ്ടാൾക്കാരെ ഗുണിക്കുക ബൈ രണ്ടാൾക്കാരെ കുറയ്ക്കുക. വി ഈസ് ഈക്വൽ ടു യു എഫ് ബൈ യു മൈനസ് എഫ് അല്ലേ? വി ഈസ് ഈക്വൽ ടു യു എഫ് ബൈ യു മൈനസ് എഫ്. സാറേ ഇവിടെ പറയും രണ്ടാമത്തെ ആളാരാ? എഫ്. എഫ് കാണാനുള്ള ഇക്വേഷൻ എന്താ? രണ്ടാൾക്കാരെ ഗുണിക്കുക ബൈ രണ്ടാൾക്കാരെ കുറയ്ക്കുക. എഫ് പൊത്തി പിടിച്ചാ യു വി ബൈ യു മൈനസ് വി. എന്തെളുപ്പാ. എന്നാൽ ലാസ്റ്റ് ആള് അവസാനത്തെ ആൾക്ക് പ്ലസ് ആണെന്ന് ആലോചിക്കുക. സാറേ ഇതിൽ അവസാനത്തെ ആൾ എഫ് ആണ്. എഫ് ഇസ് ഈക്വൽ ടു രണ്ടാൾക്കാരെ ഗുണിക്കുക ബൈ രണ്ടാൾക്കാരെ കൂട്ടുക. എഫ് ഇസ് ഈക്വൽ ടു യു വി ബൈ യു പ്ലസ് വി. യു വി ബൈ യു പ്ലസ് വി. സാർ എവിടെ പറയും? സാറേ ലാസ്റ്റ് ആള് വി അല്ലേ? ഓ മൈ ഗോഡ്, വി പൊത്തി പിടിച്ച് ലാസ്റ്റ് ആളാണ്, പ്ലസ് ആണ്. രണ്ടാൾക്കാരെ ഗുണിക്കുക ബൈ രണ്ടാൾക്കാരെ കൂട്ടുക. യു എഫ് ബൈ യു പ്ലസ് എഫ്. വല്ല എതിരഭിപ്രായം ഉണ്ടോ? വല്ല സെറ്റ് പ്രശ്നമുണ്ടോ എൻ്റെ മക്കൾക്ക്? ഇത് ഇപ്പം തന്നെ പഠിക്കടാ. ഇത് പഠിച്ചിട്ട് മുതലായി കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ തീയിടടാ, കമന്റ് ബോക്സ് കത്തിക്കടാ, പഠിച്ചെന്ന് പറയടാ. ഇത് പഠിക്കാണ്ട് മുന്നോട്ട് പോകരുത്. വീഡിയോ പോസ് ചെയ്തോ, യൂട്യൂബ് അല്ലേ, പോസ് ചെയ്യടാ, ബാക്ക് അടിച്ച് പിന്നെയും കാണും. സാറേ കഴിഞ്ഞില്ല, ഇനിയുണ്ട്. ഇനിയാണ് മാഗ്നിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. എടാ മിറർ ആണെങ്കിലും ലെൻസ് ആണെങ്കിലും സിമ്പിളാ. മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ ആവർത്തനം കാണാനുള്ള ഇക്വേഷൻ M is equal to HI by HO, ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്. പ്രതിബിംബത്തിന്റെ ഉയരം ബൈ വസ്തുവിന്റെ ഉയരം. അത് കണ്ണാടി ആണെങ്കിലും ലെൻസ് ആണെങ്കിലും M is equal to HI by HO, M is equal to HI by HO. പിന്നെ ആകെ വ്യത്യാസം എന്താ? രണ്ടാമത്തെ ഇക്വേഷൻ. എടാ കണ്ണാടി ആണെന്നുണ്ടെങ്കിൽ, ദർപ്പണമാണെന്നുണ്ടെങ്കിൽ ആവർത്തനം അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ ആണ് രണ്ടാമത്തെ ഇക്വേഷൻ ആണ് M is equal to മൈനസ് വി ബൈ യു. എന്നാൽ ലെൻസ് ആണെങ്കിൽ എന്താ പറയുക? M is equal to വി ബൈ യു. ആകെ ഈ വ്യത്യാസം മാത്രമേ ഉള്ളൂ.
സാറേ കണ്ണാടി ആണെങ്കിൽ എം ഇസ് ഇക്വൽ ടു മൈനസ് വി ബൈ യു, ലെൻസ് ആണെങ്കിൽ എം ഇസ് ഇക്വൽ ടു വി ബൈ യു. കഴിഞ്ഞില്ല, സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. ഇനി അടുത്തത് ചോദിക്കും എച്ച് ഐ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഞാൻ എൻ്റെ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്, എച്ച് ഐ ഇസ് ഇക്വൽ ടു അമ്മച്ചോ, എച്ച് ഐ ഇസ് ഇക്വൽ ടു അമ്മച്ചോ അല്ലെങ്കിൽ ഉമ്മച്ചോ എന്നൊക്കെ ആലോചിക്കുക. എച്ച് ഐ ഇസ് ഇക്വൽ ടു അമ്മച്ചോ, അത് കണ്ണാടി ആണെങ്കിലും അമ്മച്ചാ, ലെൻസ് ആണെങ്കിലും അമ്മച്ചോ. എച്ച് ഐ ഇസ് ഇക്വൽ ടു അമ്മച്ചോ അമ്മച്ചോ അമ്മച്ചോ. സാറേ അടുത്തത് സിമ്പിൾ, എച്ച് ഒ കാണാനുള്ള ഇക്വേഷൻ ചോദിക്കും. ഇതും കൂടി പഠിച്ചേ. എച്ച് ഒ ഇസ് ഇക്വൽ ടു, ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റുക. എച്ച് ഒ ഇസ് ഇക്വൽ ടു എച്ച് ഐ ബൈ എം, അത് കണ്ണാടി ആണെങ്കിലും ലെൻസ് ആണെങ്കിലും എച്ച് ഒ ഇസ് ഇക്വൽ ടു എച്ച് ഐ ബൈ എം. വല്ല ബുദ്ധിമുട്ടുണ്ടോ? പഠിക്ക്, എ പ്ലസ് ഉറപ്പിക്കടാ, എ പ്ലസ് ഉറപ്പിക്ക്. സാറേ ഇതാണ് നമ്മളെ എത്രാമത്തെ പാഠം? 4-മത്തല്ല 5-മത്തെ പാഠം. നിങ്ങളുടെ അതിന് പുറമെ നമ്മൾ എന്ത് ചെയ്ത് 4-മത്തെ 5-മത്തെ പാഠം കമ്പയറും ചെയ്ത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് 4-മത്തെ പാഠത്തിൽ ലെൻസ് കണ്ണാടി അല്ലാതെ വേറെ ഏതെങ്കിലും ഇക്വേഷൻ ഉണ്ടോന്ന് എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. 2 കണ്ണാടി എത്രയെങ്കിലും ഡിഗ്രിയിൽ വെച്ച് പറയും, ഒരു 30 ഡിഗ്രി 45 ഡിഗ്രി 60 ഡിഗ്രി ഒക്കെ വെച്ചെന്ന് പറയും. എന്നിട്ട് ഇങ്ങോട്ട് ചോദിക്കും, അയ്യോ ഈ കണ്ണാടിൻ്റെ ഇടയിൽ ഒരാൾ പോയി നിന്നാൽ അയാളുടെ എത്ര ഫോട്ടോ കിട്ടും, നമ്പർ ഓഫ് ഇമേജ്, എത്ര വട്ടാറ് എക്സാമിന് ചോദിച്ച്. അതൊന്നും പഠിക്കാണ്ട് പോവല്ലേ, അതൊക്കെ വന്ന് ഇന്ന് ആലോചിക്ക്. സാറേ ഫോട്ടോന്റെ എണ്ണം കാണാനുള്ള ഇക്വേഷൻ n is equal to 360 by theta minus 1. 360 by theta minus 1. തീറ്റ എന്ന് പറഞ്ഞാൽ കണ്ണാടിന്റെ ഇടയിലുള്ള ആംഗിൾ ആണ്. തീറ്റ ബൈ n is equal to 360 by theta minus 1. ചിലപ്പോൾ കൂടെ എക്സാമിന് വെറൈറ്റി ആയിട്ട് ചോദിക്കും. 2 കണ്ണാടിൻ്റെ ഇടയിലുള്ള ആംഗിൾ തരും. ഇങ്ങോട്ട് കൊടുക്കും ഫോട്ടോന്റെ എണ്ണം എങ്ങനെ കാണാന്ന്. തീറ്റ ഈസ് ഈക്വൽ ടു 360 ബൈ n പ്ലസ് 1. തീറ്റ ഈസ് ഈക്വൽ ടു 360 ബൈ n പ്ലസ് 1. തീറ്റ എന്ന് പറഞ്ഞാൽ കണ്ണാടിന്റെ ഇടയിലുള്ള ആംഗിൾ ആണ്. n എന്ന് പറഞ്ഞാൽ ഫോട്ടോന്റെ എണ്ണമാണ് മക്കളെ. സെറ്റ്. വളരെ വളരെ എളുപ്പം. ബാക്കിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. സാറേ അടുത്ത പാഠം 2-മത്തെ പാഠം അല്ലല്ലോ, 3-മത്തെ പാഠം. എന്താണ് 3-മത്തെ പാഠത്തിന്റെ പേര്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഈ പാഠത്തിൽ എന്താ ചോദിക്കുക? ഇഷ്ടം പോലെ ചോദ്യമുണ്ട്. അതിൽ 1-മത്തെ ക്വസ്റ്റ്യൻ ആ ജനറേറ്ററുമായി ബന്ധപ്പെട്ട് ചോദിക്കും. ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഇല്ലേ, ഓർമ്മ ഉണ്ടോ? ടൈം പീരീഡ് ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ എന്താ? എഫ് ഇസ് ഈക്വൽ ടു 1/t. ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ എന്താ? എഫ് ഇസ് ഈക്വൽ ടു 1/t. അതിൽ ടി എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് ആണ്, ടി എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് ആണ്. സാറേ എഫ് ഇസ് ഈക്വൽ ടു 1/t. പിന്നെ നിങ്ങൾ ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾക്കറിയാം, ഒരു ട്രാൻസ്ഫോമറിന്റെ ഇതിനെ പ്രൈമറി എന്ന് വിളിക്കും, ഇതിനെ സെക്കൻഡറി എന്ന് വിളിക്കും, ഇതിനെ ഇൻപുട്ട് എന്ന് വിളിക്കും, ഇതിനെ ഔട്ട്പുട്ട് എന്ന് വിളിക്കും. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ എന്നൊക്കെ ചോദിക്കലൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ഉറപ്പ് ഉറപ്പ് ഉറപ്പ്. ഇത്രയും ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഇനി ആ ഇക്വേഷനും കൂടി ഒന്ന് പഠിച്ച് ഇന്നത്തെ ലൈവും കൂടി വന്നാൽ നാളത്തെ എക്സാം ഈസി ആവൂടാ. എജുപോന്റെ കൂടെ കൂടിക്കോ, നമ്മൾ സെറ്റാക്കി തരാം. സാറേ ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട എന്താ ഇക്വേഷൻ? ആ പ്രധാനപ്പെട്ട ഇക്വേഷൻ ഉണ്ട്. വി എസ് ബൈ വി പി ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി ഈക്വൽ ടു ഐ പി ബൈ ഐ എസ്. ഇതിന് സുഹേൽ സാറ് പറഞ്ഞ കോഡ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നമ്മൾ പറഞ്ഞ കോഡ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഏത് കോഡ് വെച്ചിട്ടാണെങ്കിലും നോ പ്രോബ്ലം. വി എസ് ബൈ വി പി ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി ഈക്വൽ ടു ഐ പി ബൈ ഐ എസ്. പൊന്നു മക്കൾ ഓർത്തോ, ഇത് രണ്ടാളും എസ് ആണെങ്കിൽ ഈ വടൂപ്ലി, ഈ ചങ്ങായാരാ കറണ്ട്. കറണ്ട് സുഹൃത്തുക്കളെ നമ്മളെ ടൈപ്പ് അല്ല, കറണ്ട് ഓപ്പോസിറ്റാ. കറണ്ടിന് എപ്പോഴും മനസ്സിലാക്കുക, കറണ്ട് ദുഷ്മനാണ്. കറണ്ട് ഇത് രണ്ടും എസ് ആണെങ്കിൽ കറണ്ട് ഏതാടാ പി ആയിരിക്കും. വോൾട്ടേജ് കൂടുകയാണെങ്കിൽ കറണ്ട് എന്താ ചെയ്യുക? കുറയും. സുതല ഈ പാഠത്തിൽ മാത്രം, ട്രാൻസ്ഫോമറിൽ മാത്രം കേട്ടോ, ബാക്കിയുള്ളടത്തൊക്കെ അങ്ങനെ. അതെന്താ അങ്ങനെ? ലൈവിൽ പറഞ്ഞുതരാം. സുതലെ വോൾട്ടേജും നമ്പർ ഓഫ് ടേൺസും ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്, കറണ്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണെന്ന് മനസ്സിലാക്കുക. സെറ്റ്. പിന്നെ ഇവിടുന്ന് എക്സാമിന് എന്താ ചോദിക്കുക? ട്രാൻസ്ഫോമറിന്റെ പവർ കാണാനുള്ള ഇക്വേഷൻ പറയും. എടാ നോക്കിക്കോ, ട്രാൻസ്ഫോമറിന്റെ പവർ കാണാനുള്ള ഇക്വേഷൻ ആണ് പി ഈസ് ഈക്വൽ ടു വി ഐ. അയ്യോ സാറേ, ചിലപ്പോൾ പ്രൈമറിത്തെ പവർ ചോദിക്കും, ചിലപ്പോൾ സെക്കൻഡറിത്തെ പവർ ചോദിക്കും. എന്താടാ പ്രശ്നം? പി ഈസ് ഈക്വൽ ടു വി ഐ എന്നല്ലേ. അപ്പൊ പ്രൈമറി ചോദിക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടി? എല്ലായിടത്തും പി അങ്ങോട്ട് കൊടുക്കുക. പ്രൈമറിയിലെ പവർ ഈസ് ഈക്വൽ ടു പ്രൈമറിയിലെ വോൾട്ടേജ് ഇൻറ്റു പ്രൈമറിയിലെ കറണ്ട്. അപ്പൊ സെക്കൻഡറിത്തെ പവർ എങ്ങനെ കാണുക? പി ഈസ് ഈക്വൽ ടു വി ഐ എന്നല്ലേ. എല്ലായിടത്തും സെക്കൻഡറി കൊടുക്കുക. പ്രൈമറിയിലെ സെക്കൻഡറിയിലെ കറണ്ട് ഈസ് ഈക്വൽ പവർ ഈസ് ഈക്വൽ ടു സെക്കൻഡറിയിലെ വോൾട്ടേജ് ഇൻറ്റു സെക്കൻഡറിയിലെ കറണ്ട്. സിമ്പിൾ. പിന്നെ ഇവിടുന്ന് വെറൈറ്റി ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ എല്ലാ പോയിന്റും പറഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് പഠിച്ചോ. വീഡിയോ ബാക്ക് അടിച്ചോ, രണ്ടാമത് പിന്നെയും കണ്ടിട്ടോ, എങ്ങനെയാണെന്ന് വെച്ചോ പഠിച്ചോ. ലൈക്ക് അടിക്കുക, പഠിക്കുക. ഓക്കെ അല്ലേ? ചിത്രം കാണിക്കരുത്, ലൈക്ക് അടിച്ചോ. എനിക്ക് പ്ലസ്. വി പി ഈസ് ഈക്വൽ ടു എൻ പി ഇൻറ്റു ഇ. അങ്ങനെ എന്താണ്? എന്താ പ്രൈമറിത്തെ വോൾട്ടേജ് കാണാനുള്ള ഇക്വേഷൻ. നല്ലോണം നോക്കണേ, എ പ്ലസ് ആണ്. പ്രൈമറിത്തെ വോൾട്ടേജ് കാണാനുള്ള ഇക്വേഷൻ ആണ്. അവിടുത്തെ നമ്പർ ഓഫ് ടേൺസ്, ചുറ്റുകളുടെ എണ്ണത്തിനെ എന്തുകൊണ്ട് ഗുണിക്കുക? ഒരു ചുറ്റിലുള്ള വോൾട്ടേജ് കൊണ്ട് ഗുണിക്കുക. എൻ പി ഇൻറ്റു ഇ എം എഫ് ഇൻ വൺ ടേൺ. ഓക്കെ അല്ലേ? സോ ഇതിൽ എക്സാമിന് ചോദിക്കാറുണ്ട്, ഒരു പ്രൈമറിത്തെ വോൾട്ടേജ് കാണാനുള്ള മറ്റൊരു ഇക്വേഷൻ എന്താടാ? സിമ്പിളാ. അവിടെ എത്ര ചുറ്റുകൾ ഉണ്ട് നോക്കുക, ഒരു ചുറ്റിലുള്ള കറണ്ട് കൊണ്ട് ഗുണിക്കുക. അപ്പൊ സെക്കൻഡറിത്തെ വോൾട്ടേജ് എങ്ങനെ കാണുക? വി എസ് ഇസ് ഈക്വൽ ടു എൻ എസ് ഇൻറ്റു ഇ. എൻ എസ് ഇൻറ്റു ഇ എന്ന് പറഞ്ഞാൽ എന്താ? ഇ എം എഫ് ഇൻ വൺ ടേൺ. ഒരു ചുറ്റിലുള്ള വോൾട്ടേജ്. സിമ്പിൾ.
നിസാരം, വളരെ വളരെ എളുപ്പം. സാറേ അടുത്ത ഇക്വേഷൻ എന്താ? ഈ പാഠത്തിൽ ലാസ്റ്റ് ഉണ്ടാവും കറണ്ട് ബില്ല് കാണാനുള്ള ഇക്വേഷൻ. സാറേ എൻ്റെ വീട്ടിൽ ഒരു ടി വി ഉണ്ടായിരുന്നു, ആ ടി വി 5 മണിക്കൂർ പ്രവർത്തിച്ചു, അതിൻ്റെ പവർ 1000 ആണ്, ആ ടി വി എത്ര എനർജിയാണ് തന്നത്? അല്ലെങ്കിൽ വീട്ടിലുണ്ടാവും 5 ടി വി ഒന്നുമല്ല, ഒരു ടി വി, 5 ബൾബ്, 4 ഫാന്. സാറേ ഇതൊക്കെ വർക്ക് ചെയ്താൽ കറണ്ട് ബില്ല് എത്ര? എനർജി കാണാനുള്ള ഇക്വേഷൻ ആണ് E ഈസ് ഈക്വൽ ടു PT/1000. PT/1000 എന്നും പറയാം, എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡിവൈസസ് ആണ്, ഉപകരണങ്ങളുടെ എണ്ണമാണ്. ഓക്കെ, PT/1000 എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഇവിടെ ലാസ്റ്റ് അതിന് ഉപകരണങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിക്കണം. ഞാൻ പിന്നെ അത് ആദ്യം കൊടുത്തുന്നുള്ളൂ. ചിലപ്പോൾ എക്സാമിന് വയ്ക്കും ഇങ്ങനെ, ഒരു വീട്ടിൽ ഒരു ഫാൻ ഉണ്ട്, ആ ഫാൻ ഇത്ര നേരം വർക്ക് ചെയ്ത് അത് ഇത്ര നേരം ആക്കി, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പവർ എത്രയെന്ന് ചോദിക്കും. പവർ കാണാനുള്ള ഇക്വേഷൻ ആണ് P ഈസ് ഈക്വൽ ടു 1000E/T. 1000E/T, 1000E/T. E എന്ന് പറഞ്ഞാൽ എന്താടാ? ടോട്ടൽ എനർജി. T എന്ന് പറഞ്ഞാൽ എന്താടാ? സമയം. വല്ല ബുദ്ധിമുട്ടുണ്ടോ? എതിരഭിപ്രായം വല്ലതുണ്ടോ? സാറേ ഇത് വെച്ചുള്ള പ്രോബ്ലംസ് ഇവിടെ ലൈവിലേക്ക് വാടാ, പൊന്നുമക്കളെ ലൈവിലേക്ക് വാടാ. ഇതാണ് നമ്മൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ്. റെഡി അല്ലേ? സുധല, അടുത്ത നമ്മൾ എത്രാമത്തെ പാടാ? 2ാമത്തെ പാഠം, മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. വാവ്, ഈ പാഠത്തിൽ പ്രത്യേകിച്ച് ഒരു ഇക്വേഷനും പഠിക്കാനില്ല, ഫുൾ തിയറിയാ. തിയറി എന്തൊക്കെയാ ചോദിക്കുക? ലൈവിലേക്ക് വാ സാറേ. പിന്നെ വരും 1ാമത്തെ പാഠം, പൊളിശരത്ത്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുത കാന്തിക പ്രേരണം. അതല്ലല്ലോ ഇലക്ട്രോ, അത് 3ാമത്തെ പാഠം. സാറേ 1ാമത്തെ പാഠം എന്താ? എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ. സിമ്പിൾ. ഈ പാഠത്തിൽ ആദ്യം എന്താ ചോദിക്കുക? ഹീറ്റ് കാണാനുള്ള 4 ഇക്വേഷൻ, താപം കാണാനുള്ള 4 ഇക്വേഷൻ. എല്ലാവർക്കും അറിയില്ലേ? H = I²RT, H = Vt, H = PT, H = V²T/R. H = I²RT, H = Vt, H = PT, H = V²T/R. ആഹാ, സിമ്പിൾ. I²RT, Vt, PT, V²T/R. I എന്ന് പറഞ്ഞാൽ കറണ്ട് ആണ്, R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്, T എന്ന് പറഞ്ഞാൽ സമയമാണ്, R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിന്റെ മലയാളം എന്താ? നിങ്ങൾക്ക് പ്രതിരോധം കേട്ടോ. V എന്ന് പറഞ്ഞാൽ വോൾട്ടേജ്, P എന്ന് പറഞ്ഞാൽ പവർ. ശരിക്കും എപ്പോഴും നമ്മൾ ഹീറ്റ് കാണാനുള്ള ഇക്വേഷൻ പഠിച്ചാൽ ആദ്യം എന്താ ചെയ്യേണ്ടി? പവർ കാണാനുള്ള ഇക്വേഷൻ പഠിക്കുക. പവർ കാണാനുള്ള ഇക്വേഷൻ സിമ്പിൾ ആടാ. ഇതൊക്കെ T അങ്ങോട്ട് വെട്ടുക. സാറേ P = I²R, P = VI, P = H/T, P = H/T, P = V²/R. ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്, P = W/T. പവർ കാണാനുള്ള 5 ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചെന്നേ. I²R, ഇതിന് T വെട്ടിയാൽ മതി. P = VI, P = H/T, P = V²/R, P = W/T. അതിൽ W എന്ന് പറഞ്ഞാൽ വർക്കാണ്, പ്രവൃത്തിയാണ്. സിമ്പിൾ. ബാക്കിയുള്ള എല്ലാവരും നമ്മൾ പഠിച്ചതാ. ഇവിടെ നിങ്ങളൊരു പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ശ്രദ്ധിക്കണം. ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ്. P = V²/R. ഈ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ചോദിക്കും. എടാ പ്രതിരോധം കാണാനുള്ള ഇക്വേഷൻ എന്താ? ഇതിന് അങ്ങോട്ടും കൊണ്ട് മാറ്റുക. R = V²/P. R = V²/P. ഞാൻ ഫുള്ള് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ ടൂൾസ് സെറ്റ് ആക്കുക, എന്ത് വില കൊടുത്തും പഠിക്കുക. ഇന്നൊരു രാത്രി ലൈവിലേക്ക് വരിക. റെഡി അല്ലേ? സാർ ഇവിടെ നിന്ന് വേറെ എന്താ ചോദിക്കുക? വേറെ ചോദിക്കും. 3 ട്രയാങ്കിൾ ഉണ്ട്, 4 ട്രയാങ്കിൾ ഉണ്ട്. 1ാമത്തെ ട്രയാങ്കിൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, വീരപ്പൻ. V is equal to I into R, I is equal to V/R, R is equal to V/I. എൻ്റെ കൂടെ പഠിക്കണേ, വീരപ്പൻ. V is equal to I into R, I is equal to V/R, R is equal to V/I. സാർ അടുത്ത എന്താ? സാറേ ക്വിറ്റ് ഇന്ത്യ ട്രയാങ്കിൾ. ക്വിറ്റ് ഇന്ത്യ ട്രയാങ്കിൾ എന്ന് ക്വിറ്റ് ഇന്ത്യ സമരം. Q എന്ന് പറഞ്ഞാൽ ചാർജ്, I എന്ന് പറഞ്ഞാൽ കറണ്ട്, T എന്ന് പറഞ്ഞാൽ ടൈം. Q is equal to I into T, I is equal to Q/T, T is equal to Q/I. ക്വിറ്റ് ഇന്ത്യ എന്ന് ആലോചിച്ചാൽ മതി. വീരപ്പൻ, ക്വിറ്റ് ഇന്ത്യ. സാർ അടുത്ത ട്രയാങ്കിൾ ആണ് വാക്കവി. W is equal to QV, W is equal to QV, W is equal to QV. W എന്ന് പറഞ്ഞാൽ വർക്ക് അല്ലെങ്കിൽ പ്രവൃത്തി, Q എന്ന് പറഞ്ഞാൽ ചാർജ്, V എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. W is equal to Q into V, Q is equal to W/V. വോൾട്ടേജ് കാണാനുള്ള ഇക്വേഷൻ V is equal to W/Q, W/Q. സോ ഇതിൽ ഒരു ട്രയാങ്കിൾ കൂടി ഉണ്ട്. P is equal to VI, VIP, P is equal to VI. പവർ കാണാനുള്ള ഇക്വേഷൻ ആണ് P is equal to V into I, V is equal to P/I, I is equal to P/V. എത്ര നീളം പോയാലും വീഡിയോ പഠിക്കാണ്ട് ഇവിടെ നിന്ന് ഇറങ്ങരുത് സാറേ. പിന്നെ ഈ പാഠത്തിൽ എന്താ പഠിക്കാനുള്ളത്? പിന്നെ ഈ പാഠത്തിൽ കാണാനുള്ള ഇക്വേഷൻ ആണ് ആംബിയറേജ്. ആംബിയറേജ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ആംബിയറേജ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ P/V ആണ്. പവർ ബൈ വോൾട്ടേജ് ആണ്. അതിനെ നമ്മൾ വാട്ടേജ് ബൈ വോൾട്ടേജ് എന്ന് വിളിക്കും കേട്ടോ. P/V. സാറേ പിന്നെ ഈ പാഠത്തിൽ എന്താ ഉള്ളത്? സീരീസും പാരലലും, ശ്രേണി സമാന്തരം. സിമ്പിളാ. സീരീസ് ആണെങ്കിൽ വരിയായിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 ഇക്വേഷൻ പഠിക്കണം. 1ാമത്തെ ഇക്വേഷൻ എന്താ? R is equal to R1 plus R2 plus R3. എല്ലാത്തിൻ്റെ വാല്യൂ ഡിഫറൻ്റ് ആണെങ്കിൽ 1 ohm, 2 ohm, 3 ohm എല്ലാം കൂടി അങ്ങോട്ട് കൂട്ടിയാൽ മതി. എന്നാൽ ഒരുപാട് ആൾക്കാരുണ്ട് നേരിക്കുക, എല്ലാ ആൾക്കാരുടെ വാല്യൂ സെയിം ആണെന്നുണ്ടെങ്കിൽ 5 ohm, 10 ohm എല്ലാത്തിൻ്റെയും വാല്യൂ സെയിം ആണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ ആണ് R is equal to Rn. R is equal to Rn. സിമ്പിൾ.
സാർ അടുത്ത ഏതാ? പാരലൽ കണക്ഷൻ, സമാന്തര രീതി. സമാന്തരമാണെന്നുണ്ടെങ്കിൽ 3 ഇക്വേഷൻ പഠിക്കാനുണ്ട്. ഒന്നാമത്തെ ഇക്വേഷൻ എന്താ? 1/r is equal to 1/r1 plus 1/r2 plus 1/r3. സിമ്പിൾ അല്ലേ? നോ പ്രോബ്ലം. എളുപ്പം എന്ന് പറഞ്ഞാൽ എളുപ്പത്തിന്റെ അങ്ങേയറ്റം. സാർ അടുത്ത എന്താ? രണ്ടാൾക്കാർ മാത്രമാണെങ്കിൽ എന്താ ഇക്വേഷൻ? വെറും 2 ആൾക്കാർ മാത്രമാണെങ്കിൽ ഇക്വേഷൻ ആണ് r is equal to r1 into r2 by r1 plus r2. 2 ആൾക്കാരെ ഗുണിക്കുക ബൈ 2 ആൾക്കാരെ കൂട്ടുക. എല്ലാ ആൾക്കാരുടെ വാല്യൂ സെയിം ആണെങ്കിലോ? എല്ലാ ആൾക്കാരുടെ വാല്യൂ സെയിം ആണെങ്കിൽ ഇക്വേഷൻ ആണ് സുഹൃത്തുക്കളെ r is equal to r/n. r is equal to r/n. വല്ല ബുദ്ധിമുട്ടുണ്ടോ? എതിരഭിപ്രായം വല്ലതുണ്ടോ? പ്രോബ്ലംസ് ഒക്കെ കിട്ടാനുള്ള മാർഗ്ഗം ഞാൻ പറഞ്ഞില്ലടാ. സിമ്പിൾ, ഹമ്പിൾ, നിസാരം. ഇങ്ങനെ മക്കളൊരു ചോദ്യം, സാറേ ഇക്വേഷൻ ഒക്കെ ഞങ്ങൾ പഠിച്ച് പ്രോബ്ലം കണ്ടാൽ എന്താ ചെയ്യേണ്ടതെന്ന്, ഒരു പ്രോബ്ലം കണ്ടാൽ എന്താ ചെയ്യേണ്ടതെന്ന്. സോ സ്റ്റെപ്പ് നമ്പർ 1 നമ്മൾ ഇക്വേഷൻ നന്നായിട്ട് പഠിച്ചിരിക്കുന്നു, റെഡിയാണ്. ഇക്വേഷൻ വിട്ടൊരു കളിയില്ല. ഓക്കെ അല്ലേ? സോ ഇക്വേഷൻ പഠിച്ച ആൾക്കാർ ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് അടിക്കുന്നു, സെറ്റ് ആക്കുന്നു, പവർ ആകുന്നു, കത്തിക്കുന്നു. ഇനി ഒരു പ്രോബ്ലം കണ്ടാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു പ്രോബ്ലം ഫിസിക്സിലെ കുട്ടികൾ വായിച്ചു നോക്കും. നിങ്ങൾ തന്നെ നോട്ട്ബുക്കിൽ വര അങ്ങോട്ട് വരയ്ക്കും. സാറേ വര വരച്ച് ഇങ്ങോട്ട് നമ്മൾ എന്താ ചെയ്യുക? തന്ന കാര്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ എഴുതും, സൈഡിൽ ഇങ്ങനെ എഴുതും. ക്വസ്റ്റ്യൻ പേപ്പറിൽ വോൾട്ടേജ് തന്നിട്ടുണ്ട്, അപ്പോൾ V is equal to ഇത്ര. ക്വസ്റ്റ്യൻ പേപ്പറിൽ കറണ്ട് തന്നിട്ടുണ്ട്, I is equal to ഇത്ര. ടൈം വരുന്നുണ്ട്, ടൈം is equal to ഇത്ര. കറണ്ട് ആണെങ്കിൽ I is equal to ഇത്ര. ഇനിയിപ്പോൾ റെസിസ്റ്റൻസ് ആണെങ്കിൽ R is equal to ഇത്ര. ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണോ തന്നത് അത് നമ്മൾ ഇത്ര എന്ന് എഴുതി വെക്കും. എങ്ങോട്ടാ? ഇത്ര എഴുതി വെക്കുന്നു. ഇത്ര എഴുതി വെച്ച് ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താ ചോദിച്ചത്? ഒരു ഹീറ്റ് ആണ് കാണാൻ പറഞ്ഞെന്നിരിക്കുക. അപ്പോൾ നമ്മൾ എഴുതുന്നു H is equal to എത്ര. ഹീറ്റിന് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. എത്ര. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അല്ലാതെ വെറുതെ പിഷ്കത്തരം കാണിച്ചിട്ട് ഡയറക്റ്റ് ഇക്വേഷൻ ഇതാ നിൽക്കരുത്. ആദ്യം തന്ന കാര്യങ്ങൾ എഴുതുക. എന്നിട്ട് നമ്മൾ നോക്കുക, സാറേ ഹീറ്റ് കാണാൻ ഏത് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം? അപ്പം നിങ്ങൾക്ക് 4-5 ഇക്വേഷൻ അറിയില്ലേ? അതിൽ ഏത് ഇക്വേഷനിലാണ് ഈ 3 ആൾക്കാരുള്ളത് നോക്കുക. I²RT ഇതെല്ലാം ഇല്ല. സാറേ H is equal to വിറ്റ്, അയ്യോ ഇതിലെല്ലാം ഇല്ല. H is equal to PT ഇതിലെല്ലാം ഇല്ല. H is equal to V²T/R. അയ്യട കേമാ സണ്ണിക്കുട്ട. അപ്പം നമുക്ക് ഇക്വേഷൻ കിട്ടി H is equal to V²T/R. എന്നിട്ട് രണ്ടാമത് എന്താ ചെയ്യേണ്ടി? ആ വാല്യൂസ് നേരെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നോ പ്രോബ്ലം. സാറേ അത് ചെയ്യുന്ന സമയത്ത് മൂന്നാമത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പം എൻ്റെ മക്കൾ എന്താ ചെയ്യേണ്ടി? ഗുണനവും മരണവും മാത്രമാണെങ്കിൽ 0 വെട്ടാണെങ്കിൽ 0 ഒക്കെ വെട്ടുക, വെട്ടാനുള്ള ആൾക്കാരൊക്കെ വെട്ടുക, നേരെ ഉത്തരം അങ്ങോട്ട് എഴുതുക. പരിപാടി ഇത്രേ ഉള്ളൂ സുഹൃത്തുക്കളെ. ഉത്തരം എഴുതി കഴിഞ്ഞാൽ അതിന് എന്ത് എഴുതണം? യൂണിറ്റ് നിർബന്ധമാണ്. ഇങ്ങനെ ആയിരിക്കണം നമ്മളൊരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യേണ്ടത്? ഡീൽ ചെയ്യേണ്ടത്. വല്ല അഭിപ്രായം ഉണ്ടോ? നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ കുറേ ക്വസ്റ്റ്യൻ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈസി ഫിസിക്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട്. ഇതാണ് എൻ്റെ നമ്പർ 8714443656. നിങ്ങൾ ഈ നമ്പറിൽ മെസ്സേജ് അയക്കുക. സർ ക്ലാസ് 10 ഈസി ഫിസിക്സിലേക്ക് ആഡ് ചെയ്യുമെന്ന് വെച്ച് എന്നോട് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞങ്ങൾ ആഡ് ചെയ്ത് തരാം. നമുക്ക് കുറേ പ്രോബ്ലംസ് അതിൽ സോൾവ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാം. ഒരു പേടിയും പഠിക്കരുത്, നമ്മൾ പൊളിക്കും. ഇനി ഞാൻ പറഞ്ഞില്ലേ പബ്ലിക് എക്സാം, ഈ മോഡൽ എക്സാം ആദ്യം വരട്ടെ. മോഡൽ എക്സാമിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും അടി പതറിയ എൻ്റെ മക്കൾ മനസ്സിലാക്കുക, അതാണ് എൻ്റെ വീക്ക് പോയിന്റ് എന്ന്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? പബ്ലിക് എക്സാമിന് വീക്ക് പോയിന്റിന് അണ്ണാക്കിൽ അടിച്ചു കൊടുക്കും. ഓക്കെ അല്ലേ? സോ ഒരു കാര്യം, എജുപോർട്ട് ഇന്നത്തെ രാത്രിക്കത്തെ ലൈവ് കണ്ട ഒരുത്തരും നാളത്തെ മോഡൽ എക്സാം ദുരന്താവില്ല. രണ്ടാമത്തെ കാര്യം, ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും പണം പഠിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും വീക്ക് പോയിന്റ് കണ്ടെത്തുക. നമ്മൾ പബ്ലിക് എക്സാം ഉഷാറാക്കും. രാത്രിയല്ല, ഇന്ന് വൈകുന്നേരത്തെ 6 മണിൻ്റെ ലൈവിൽ ലൈവായിട്ട് വരിക. അലാറം വെച്ചോളി, ലൈവായിട്ട് വരിക. നമ്മൾ തകർക്കും. സോ ഗൈസ്, സീ യു ദർ. ബൈ.